നമ്മുടെ ടിമ്മണ്ണന്റെ അവസാന ആപ്പിൾ ഇവന്റ് അല്ലെങ്കിൽ ആപ്പിൾ WWDC 2026. ഇനി അതും പോരെങ്കിൽ iOS 26 ഷോ പോരെ. പിന്നെ ഈ സബ്സ്ക്രൈബർ ബട്ടൺ വെറുതെ വെച്ചതല്ല, അത് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന കണ്ടന്റുകൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോ മറക്കണ്ട. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ആപ്പിളിന്റെ സ്വന്തം സിറി. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ആൻഡ്രോയിഡിന്റെ അടുത്ത് പോലും വെക്കാൻ പറ്റാത്ത ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് നമ്മുടെ സിറി. കാരണം 2 വർഷം മുന്നേ തന്നെ അവര് ആപ്പിൾ ഇന്റലിജൻസ് വരും എന്ന് പറഞ്ഞ് ഇവർക്ക് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ജെമിനിയുമായിട്ട് ഒരു കൊളാബ് വന്നതിന് ശേഷമാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പുഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം. ഇനി മുതൽ സിറി ഒരു സ്റ്റാൻഡ് അലോൺ ആപ്പായിട്ട് iOS 27 മുതൽ ഉണ്ടാവും. ഇതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇപ്പൊ ജെമിനി ലൈവിലൊക്കെ കിട്ടുന്ന ഫീച്ചേഴ്സിൽ സ്ക്രീൻ ഷെയറിംഗ്, ഇങ്ങനത്തെ സാധനങ്ങൾ, കോണ്ടെക്സ്റ്റൽ അവയർനെസ്, ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡൈനാമിക് ഐലൻഡുമായിട്ട് ഇത് നല്ല രീതിയിൽ സിങ്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ലോക്ക് സ്ക്രീൻ തന്നെ താഴോട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മേലെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം വരും. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ എന്നോ ഇറക്കിയിട്ടുള്ള മറ്റേ ഗൂഗിൾ ലെൻസ് ഒക്കെ അല്ലേ, അതൊക്കെ അവര് സിറി വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറന്റെ കൂടെ. ഇങ്ങനത്തെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പുതിയൊരു ബ്രാൻഡിങ്ങിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് മാക്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഫോണിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊരു പുതുമയായിട്ട് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ലിക്വിഡ് ഗ്ലാസിന്റെ ഡിസൈനിന്റെ തിക്നെസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി മുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഡിസൈൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. ദ നെക്സ്റ്റ് തിങ് ഈസ് പാരന്റൽ കൺട്രോളിംഗ്. ഈ സംഭവം അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഇന്നത്തെ കാലത്തിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ അനുബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫോക്കസ് ചെയ്തിട്ടും ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഇത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫീച്ചേഴ്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇപ്പൊ പാരന്റൽ അക്കൗണ്ടിന്റെ താഴെ നമ്മുടെ കുട്ടികളെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവര് കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ സെൻസിറ്റീവ് കണ്ടന്റ്സ് iMessageലായാലും ഈവൻ ഫേസ് ടൈമിലായാലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് സോഫ്റ്റ്വെയർ ഫൈൻഡ് ചെയ്തിട്ട് അപ്പൊ തന്നെ ബ്ലറി ആക്കും. ആൻഡ് ഇതിന്റെ API അവർ പബ്ലിക് ആക്കിയിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള ഡെവലപ്പേഴ്സിനും ഇത് അവരുടെ ആപ്ലിക്കേഷൻസിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒബ്ജക്ട് റൈസർ ഒന്നാണ്. പിന്നെ ഫോട്ടോ റീഫ്രെയിമിംഗ്, ഫോട്ടോ എക്സ്റ്റൻഡർ, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോയില് ക്യാമറ പൊസിഷൻ മാറ്റുന്ന പോലെ നമുക്ക് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം ആക്യുറേറ്റ് ആവും എന്നുള്ളത് കണ്ടറിയാം. കാരണം അത് ഇറങ്ങിയിട്ടില്ല, സാധനം ബീറ്റ ടെസ്റ്റിംഗിലാണ്. പിന്നെ ഒരു കിഡിലോസ്കി സാധനം കൂടി ഉണ്ട്. ഇവരുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഷോർട്ട് കട്ട്സ് ആപ്ലിക്കേഷൻ ആണത്. ഇതിനെ കോപ്പി അടിച്ചിട്ടാണ് സാംസങ് ഒക്കെ മറ്റേ റിട്ടൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഇനി മുതൽ ആപ്പിൾ ഇന്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫോൺ ഓട്ടോമേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ കമാൻഡ് മാത്രം കൊടുത്താൽ മതി. ഈ സംഭവം ആൻഡ്രോയിഡ് ഡിവൈസിൽ ഒന്നും വന്നിട്ടില്ല. ഇതെന്തായാലും പുതിയൊരു സാധനം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും പാക്കലാം.